Dear students, നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിലും 2 പാർട്ടുകളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ആണ്. സീറോ ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി അതിനോട് ചേർത്ത് പഠിക്കേണ്ട മറ്റൊരു ടേമാണ് ഹാഫ് ലൈഫ് പീരീഡ്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ 5ാമത്തെ ക്ലാസ്സിൻ്റെ ആദ്യത്തെ പാർട്ടിൽ ഹാഫ് ലൈഫ് പീരീഡിനെ പറ്റിയാണ് പഠിക്കുക. അതിൻ്റെ ബി പാർട്ടിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചില പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിലേക്ക് 5ാമത്തെ ക്ലാസ്സിൻ്റെ എ പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഹാഫ് ലൈഫ് പീരീഡ്, അർദ്ധായുസ് എന്നാണ് മലയാളത്തിൽ പറയുക. ടി ഹാഫ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ടി എന്ന് പറയുന്നത് സമയത്തെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയം. നമ്മൾ മോളാർ കോൺസെൻട്രേഷൻസ് മെഷർ ചെയ്യാറുണ്ടല്ലോ ഓരോ ടൈം കഴിയുമ്പോൾ. അപ്പോൾ അർദ്ധായുസ് അഥവാ ഹാഫ് ലൈഫ് പീരീഡ് എന്നാൽ എന്താണ്? നിങ്ങൾ സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ റിയാക്ഷൻ തുടങ്ങുന്നത് ഒരു 10 ഗ്രാം റിയാക്റ്റൻ്റ് എടുത്തിട്ടാണ് എന്ന് വിചാരിക്കുക. അതായത് റിയാക്റ്റൻറ്റിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 10 ഗ്രാം ആണ്. അത് 5 ഗ്രാം ആകാൻ എടുക്കുന്ന സമയം, അതായത് നമ്മൾ എടുത്ത റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അതിൻ്റെ പകുതിയാകാൻ എടുക്കുന്ന സമയമാണ് അർദ്ധായുസ്. അർദ്ധം എന്ന് പറഞ്ഞാൽ പകുതി. അപ്പോൾ ആകെ 10 ഗ്രാം ഉണ്ടായിരുന്നു, അതിൽ 5 ഗ്രാം ഉപയോഗിച്ച് പോയി എന്ന് പറഞ്ഞാൽ ആയുസ് പകുതിയായി എന്നല്ലേ അർത്ഥം. അപ്പോൾ ഒരു റിയാക്റ്റൻറ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ അതിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതിയാകാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ് പീരിയഡ്. The time taken to reduce molar concentration of the reactant into half of its initial concentration. എളുപ്പമാണ്. 10 ഗ്രാം എടുത്താൽ 5 ഗ്രാം ആകാൻ എടുക്കുന്ന സമയം, 20 ഗ്രാം എടുത്താൽ 10 ഗ്രാം ആകാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അതിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതിയാകാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ് പീരിയഡ്. The time taken to reduce molar concentration of the reactant into half of its initial concentration. അപ്പോൾ എല്ലാ റിയാക്ഷൻസിനും ഹാഫ് ലൈഫ് പീരീഡ് സെയിം ആയിരിക്കുമോ? ഇല്ല. അപ്പോൾ ഹാഫ് ലൈഫ് പീരീഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ ന്യൂക്ലിയർ കെമിസ്ട്രി ഒക്കെ പഠിച്ചു കാണും. അപ്പോൾ റേഡിയോ ആക്റ്റീവ് കാർബണിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് 5760 വർഷമാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് കാർബൺ അതിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതിയാകാൻ ഇത്രയും സമയമെടുക്കും, 5760 വർഷമെടുക്കും, എറൗണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓരോ റിയാക്ഷൻ്റെയും ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കുക? അതാണ് നമ്മളിവിടെ പഠിക്കുക. ആദ്യം നമുക്ക് സീറോ ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. അതിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് കെ കാണാനായിട്ട് നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നല്ലോ. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. കെ ഈസ് ഈക്വൽ ടു R0 മൈനസ് R ഡിവൈഡഡ് ബൈ ടി അല്ലേ?
എന്തായിരുന്നു R0? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. R concentration of the reactant after time t. t സമയത്തിന് ശേഷം റിമെയിൻ ചെയ്യുന്ന കോൺസെൻട്രേഷൻ. This is the integrated rate equation for a zero order reaction. അപ്പോൾ ഇതിൽ നിന്ന് ടൈം t is equal to t അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സമയവുമായിട്ട് ബന്ധപ്പെട്ട ടേം ആണ് t half. അപ്പോൾ ഇതിൽ നിന്ന് t is equal to നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? t യെ ലെഫ്റ്റിലേക്ക് എടുത്തു, k റൈറ്റിലേക്ക് കൊണ്ടുപോയി. R0 minus R divided by k. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇവിടുത്തെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ R0 ആണ്. അത് അതിന്റെ പകുതിയാകാൻ, R0യുടെ പകുതി എന്ന് പറയുന്നത് R0/2. അപ്പോൾ R0 എന്നുള്ളത് R0/2 ആകാൻ എടുക്കുന്ന സമയമാണ് t half. അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ when t is equal to t half, ഹാഫ് ലൈഫ് ആകുമ്പോൾ അല്ലെങ്കിൽ അർദ്ധ ആകുമ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് R എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതിയാണ്. ശരിയല്ലേ? ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതിയാകാൻ എടുക്കുന്ന സമയമാണ് t half. അപ്പോൾ ടൈം t half ആകുമ്പോൾ നമ്മുടെ റിയാക്ടന്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതിയാകും. അപ്പോൾ t half is equal to R0 minus R എന്നുള്ളതിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? R0/2 എഴുതാം. കാരണം t half ആയി. R0 divided by 2 the whole divided by k. അപ്പോൾ R0 minus R0/2, that is R0/2 divided by k. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് k ആയിട്ടേക്ക് എടുക്കുകയാണ്. R0 divided by 2k. t half for a zero order reaction is equal to R0/2k. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ അതിന്റെ ഹാഫ് ലൈഫ് പീരീഡ് കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അറിയണം, ആ റിയാക്ഷന്റെ k വാല്യൂ അറിയണം. കിട്ടിയോ ഡിറൈവ് ചെയ്തത്? ഇനി ഇവിടെ ഒന്ന് നോക്കിക്കേ. ഇവിടെ ഈ k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഓരോ റിയാക്ഷനും k ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഈ റിലേഷൻ അനുസരിച്ച് t half is directly proportional to R0. R0 എന്ന് പറയുന്നത് എന്താ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അതൊരു കോൺസ്റ്റന്റ് ആണോ? അല്ല. നമ്മൾ എടുക്കുന്ന ഓരോ റിയാക്ഷനും എത്രയാണോ എടുക്കുക അത് മാറിക്കൊണ്ടിരിക്കും ആ വാല്യൂ. അപ്പോൾ k ഒരു കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് t half of a zero order reaction is directly proportional to R0, initial concentration of the reactant. t half directly proportional to R0. ചിലപ്പോൾ ചോദിക്കാം, show that half life period of a zero order reaction is directly proportional to its initial concentration. അങ്ങനെ ചോദിച്ചാൽ ഈ ഡെറിവേഷൻ ആണ് എഴുതി കാണിക്കേണ്ടത്. മനസ്സിലായോ? എളുപ്പമല്ലേ ഡിറൈവ് ചെയ്യാൻ? ഇക്വേഷൻ ഓർത്തിരിക്കണം. t half is equal to R0/2k. Then നമ്മൾ സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരിയഡ് ആണ് ഇപ്പോൾ ഡിറൈവ് ചെയ്തത്. ഇനി നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരിയഡ് ഒന്ന് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് നോക്കാം. ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. k is equal to 2.303/t log R0 divided by R.
K is rate constant, T time, R0 initial concentration, R concentration after time T. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അപ്പോൾ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ടൈം T ഹാഫ് ആണ് കാണേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ടൈം T is equal to നമ്മൾ എങ്ങനെ എഴുതും? T is equal to 2.303 by K log molar concentration of R0 divided by R. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഹാഫ് ലൈഫ് പീരിയഡ് ആണ്. T ഹാഫ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 ആണ്. ഹാഫ് ലൈഫ് പീരിയഡ് എത്തുമ്പോൾ റിമെയിൻ ചെയ്യുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുത്ത കോൺസെൻട്രേഷൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ വീണ്ടും ഞാനൊന്ന് എഴുതുകയാണ്. നമ്മൾ നേരത്തെ എഴുതിയ അതേ കാര്യം തന്നെ. T is equal to T half, molar concentration of R is equal to R0 divided by 2. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T half is equal to 2.303 by K log R0 divided by R ന് പകരം നമുക്ക് എന്ത് എഴുതാം? R0 by 2. അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2.303 by K log R0 divided by R0 by 2. അപ്പോൾ R0യെ ഈ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് നമുക്ക് ഗുണിക്കാം. അപ്പം ഞാൻ ഇങ്ങനെ എഴുതാം. R0 into 2 by R0. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ എഴുതുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് R0യും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ബാക്കി എന്തുണ്ട്? ഇവിടെ നോക്കിക്കേ. ഇവിടെ R0യും ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി ഇവിടെ 2 ആണ് വരിക. അപ്പോൾ നമുക്ക് കിട്ടുക T half is equal to 2.303 divided by K log 2. അല്ലേ? ഇനി log 2ന്റെ വാല്യൂ 0.3010. നിങ്ങൾക്ക് ലോഗരിതം ടേബിളിൻ്റെ സഹായത്താൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മളുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഞാൻ. 2.303 by K into 0.3010. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ T half is equal to 0.693 divided by K. This is the equation for the half-life period of a first order reaction. T half is equal to 0.693 by K. ഈ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇതിനകത്ത് K ഒരു കോൺസ്റ്റന്റ് ആണ്. 0.693 is another constant അല്ലേ? അപ്പോൾ നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരിയഡിൻ്റെ ഇക്വേഷൻ എഴുതിയത് ഓർമ്മയുണ്ടാവും. T half is equal to R0 by 2K. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു T half is directly proportional to initial concentration. ഫസ്റ്റ് ഓർഡറിൽ നോക്കിക്കേ, കോൺസെൻട്രേഷൻ്റെ ടേം അവിടെ വരുന്നുണ്ടോ? ഇല്ല. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഹാഫ് ലൈഫ് പീരിയഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് യാതൊരു ബന്ധവും T ഹാഫിന് ഇല്ല ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. കിട്ടിയോ? ഡെറിവേഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കാണാനുള്ള ഡെറിവേഷൻ വളരെ എളുപ്പമാണ്. എന്താണ് ഹാഫ് ലൈഫ് പീരീഡ്? ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അതിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതിയാകാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ് പീരീഡ്. നമുക്ക് പഠിക്കേണ്ടത് സീറോ ഓർഡർ റിയാക്ഷൻ്റേതും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റേതുമായിരുന്നു.
രണ്ട് ഡെറിവേഷൻസും നിങ്ങൾ കണ്ടു. രണ്ടിൻ്റെയും ഇക്വേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സീറോ ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ടി ഹാഫ് ഇസ് ഈക്വൽ ടു R0/2K. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693/K. അപ്പോൾ ഈ ഡെറിവേഷൻസ് രണ്ടും പഠിക്കണം. ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഹാഫ് ലൈഫ് പീരിയഡ്, ഡിറൈവ് എ റിലേഷൻ അല്ലെങ്കിൽ ഡിറൈവ് എൻ എക്സ്പ്രഷൻ ടു കാൽക്കുലേറ്റ് ടി ഹാഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ആ ഡെറിവേഷൻ എഴുതണം. അല്ലെങ്കിൽ ചോദിക്കാം, ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ ഷോ ദാറ്റ് ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. അതുപോലെ തന്നെ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഷോ ദാറ്റ് ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പോഴും ആ വേണ്ടുന്ന ഡെറിവേഷനാണ് നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 5ാമത്തെ ക്ലാസ്സിൻ്റെ എ പാർട്ട് ഇവിടെ കഴിയുന്നു. ബി പാർട്ട് പ്രോബ്ലംസ് ആണ്, അതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.